സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് വന്നത് 3 നാടക നടിമാരെക്കുറിച്ചാണ്. അവരുടെ ജീവിതത്തിൽ ശ്രീരാമകൃഷ്ണദേവനുമായി ഉണ്ടായ ആ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടപ്പോഴുണ്ടായ മാറ്റം, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് അറിഞ്ഞപ്പോഴുണ്ടായ മാറ്റം, വിനോദിനി ദാസി, താരസുന്ദരി ദാസി, തിങ്കരി, ഇങ്ങനെ 3 നടിമാരുടെ ജീവിതത്തിലേക്ക് ആണ് ഭഗവാന്റെ ആ കൃപ എത്രമാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ വിനോദിനി ദാസിക്ക് മാത്രമാണ് ഭഗവാനെ നേരിട്ട് കണ്ട് അനുഗ്രഹം തേടാൻ കഴിഞ്ഞത് എന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. താരസുന്ദരി ദേവിയും തിങ്കരിയും അവർ മാതൃദേവിയുടെ, ശാരദാദേവിയുടെ ഭക്തകളായിരുന്നു. അവരെ സംബന്ധിച്ച് അവരും ഭഗവാന്റെ ആ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ ഭഗവാനെ നേരിട്ട് കാണാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയില്ല. കാരണം താരസുന്ദരി ദാസി 1879 ജനിക്കുന്നത്. അപ്പോൾ നമ്മുടെ വചനാമൃത കാലം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 81, 82, 83, 84, 85, 86 അപ്പോൾ ഒരു 5-6 വയസ്സ് അല്ലെ. 79 താരസുന്ദരി ജനിക്കുകയാണെങ്കിൽ ഭഗവാൻ തൻ്റെ ശരീരത്യാഗം ചെയ്യുമ്പോൾ 86. അപ്പോൾ 79 മുതൽ 86 വരെ ഏതാണ്ട് 6 വയസ്സ് പ്രായം വരെയേ ഉള്ളൂ താരസുന്ദരിക്ക്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഭഗവാനെ നേരിട്ട് കാണാനുള്ള സാഹചര്യം ഒട്ടുമില്ല. അതേസമയം തിങ്കരി 1870 ജനിച്ചത്. അപ്പോൾ ഭഗവാന്റെ ദേഹത്യാഗം സംഭവിക്കുമ്പോൾ തിങ്കരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 16 വയസ്സ് പ്രായമുണ്ട്, 15-16 വയസ്സ് പ്രായമുണ്ട്. ഇപ്പോൾ താരസുന്ദരി ദാസി മാത്രമാണ് വളരെ കുഞ്ഞായിരുന്നത്. തിങ്കരിയെ സംബന്ധിച്ച് 16 വയസ്സുമായി. മാത്രമല്ല തിങ്കരി ഏതാണ്ട് ആ പ്രായം ആയപ്പോഴേക്കാണ് അവർക്കൊരു നാടകാഭിനയത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഈ 16 വയസ്സിലേ ഒരുങ്ങിയുള്ളൂ. അതുകൊണ്ടായിരിക്കാം. കാരണം 16 വയസ്സ് വരെ അവരുടെ തിങ്കരിയുടെ ജീവിതഘട്ടം നമ്മൾ നോക്കുമ്പോൾ 16 വയസ്സ് വരെ അവർക്ക് പലതവണ അവർ നാടകത്തിൽ അഭിനയിക്കാനുള്ളൊരു അവസരം തേടി നടന്നെങ്കിലും അല്ലെങ്കിൽ ശ്രമിച്ചെങ്കിലും എന്തുകൊണ്ടോ അവർക്കത് സാധ്യമായില്ല. 16 വയസ്സിന് ശേഷമാണ് അവർക്ക് നാടകത്തിലേക്ക് എത്താൻ പറ്റിയത്. അസമയം ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവരിലൊക്കെ മൂത്തയാൾ എന്ന് പറയുന്നത് വിനോദിനി, പ്രായം കൊണ്ട് മുതിർന്ന ആൾ വിനോദിനി ദാസിയാണ്. അവർ 1863 ജനിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ദേഹത്യാഗത്തിൻ്റെ സന്ദർഭമാകുമ്പോഴേക്കും ഏതാണ്ട് 23 വയസ്സോളം വരാൻ 23 വയസ്സുണ്ട് അവർക്ക്. അപ്പം അവർ ഒരു യുവതി, പൂർണ്ണമായ ഒരു യുവതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാനെ നേരിട്ട് സന്ദർശിക്കാനും ഭഗവാൻ അവരുടെ നാടകം കാണാൻ നേരിട്ട് വരികയും ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ വിനോദിനി ദാസിയെ ആ സ്റ്റാർ തിയേറ്ററിലെ ആ വേദിയിലെത്തി ഭഗവാൻ അനുഗ്രഹിക്കുന്നതൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതാണ്. മാത്രമല്ല ഭഗവാന്റെ ശ്യാംപുക്കൂറിൽ ഭഗവാൻ ചികിത്സയ്ക്കായി താമസിക്കുന്ന ഘട്ടത്തിൽ വിനോദിനി ദാസി പുരുഷവേഷം കെട്ടി സായിപ്പിൻ്റെ ഒരു ഇംഗ്ലീഷ്
യുവാവിൻ്റെ വേഷം കെട്ടി രഹസ്യമായി ഭഗവാനെ കാണാനെത്തിയത് ഒക്കെ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. അപ്പോൾ താരസുന്ദരിയെ സംബന്ധിച്ചിടത്തോളം താരസുന്ദരിയും തിങ്കരിയും രണ്ടുപേരും പിന്നീട് ഭഗവാന്റെ കൃപയെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചുള്ള മഹത്തായ കഥകളും ഉപദേശങ്ങളും എല്ലാം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകശാലയിൽ ഇവരെത്തിയപ്പോഴാണ് ഇവർക്കത് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ നിലയ്ക്കാണ് അവർ ശാരദാദേവിയെ, അന്ന് ഉദ്ബോധനിലാണ് ശാരദാദേവി താമസിച്ചുകൊണ്ടിരുന്നത്. ഉദ്ബോധനിലെ മുകളിലത്തെ നിലയിൽ ശാരദാദേവി താമസമുണ്ടായിരുന്നു. അപ്പോൾ ആ ഉദ്ബോധനിലേക്ക് ഇവർക്ക് വരാനും ദേവിയെ സന്ദർശിക്കാനും ഒക്കെ ഒരു അവസരം ഈ രണ്ടു പേർക്കും പിന്നീടുണ്ടായി, താരസുന്ദരിക്കും തിങ്കരിക്കും. ഇതിൽ താരസുന്ദരി അമ്മയെ സന്ദർശിക്കുകയും അമ്മയിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. ഇന്ന് നമ്മൾ ആ ഭാഗമാണ്. എങ്ങനെയാണ് താരസുന്ദരി ദേവി എങ്ങനെയാണ് അമ്മയെ കാണുകയും അമ്മയിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാനും എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ഭാഗം. എങ്ങനെയാണ് താരയുടെ ജീവിതം പിന്നീട് ശ്രീരാമകൃഷ്ണ പദത്തിൽ അർപ്പിക്കപ്പെട്ടത് എന്ന് കാണുമ്പോൾ നമ്മൾ തികച്ചും അത്ഭുതപ്പെടും. ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു വളർച്ച, ഭക്തിയുടെ മാർഗത്തിലുള്ള ആ വളർച്ച. എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊഫഷനെ ഈശ്വരാർപ്പിതമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് താരയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, നമ്മൾ ഓരോ പ്രൊഫഷണലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. നമുക്ക് നമ്മുടെ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷനിലോ, ഇപ്പോൾ സംഗീതജ്ഞരാകാം, അതേപോലെ ചിത്രകാരാകാം, എഴുത്തുകാരാകാം. ഇവരെല്ലാം തന്നെ എങ്ങനെയാണ് ഈശ്വരോന്മുഖമായി തങ്ങളുടെ പ്രൊഫഷനെ മാറ്റുന്നത്? നമുക്കറിയാം, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ച് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിച്ച വ്യക്തിയാണ്. തൻ്റെ സംഗീതത്തിലൂടെയാണ് അത് സാക്ഷാത്കരിച്ചത്. ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ ഭഗവാനെക്കുറിച്ച് പുകഴ്ത്തുന്നതാണ്. ഭഗവാന്റെ കീർത്തനത്തിൽ പിന്നീട് ഭഗവാനെക്കുറിച്ച് എഴുതിയ കീർത്തനത്തിൽ പറഞ്ഞു, ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ ആ ഭക്തൻ്റെ കണ്ഠമായി തീർന്നവനെ എന്നാണ്. ചെമ്പൈയുടെ ശബ്ദനാളമായി മാറുകയായിരുന്നു ഭഗവാൻ. അപ്പോൾ അങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും നമ്മുടെ പ്രൊഫഷന്. അത് നമ്മൾ ഈശ്വരോന്മുഖമായി നമ്മുടെ പ്രൊഫഷനെ മാറ്റണം. അല്ലെങ്കിൽ അതിനുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. എൻ്റെ ഈ പ്രൊഫഷൻ ഈശ്വരാർപ്പിതമാകട്ടെ, ആക്കിത്തരണേ എന്ന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അങ്ങനെ ആയാൽ ഭഗവാൻ നമ്മളെ സഹായിക്കും. നിസ്സാരം ഈ കൽക്കട്ടയിലെ ചുവന്ന തെരുവിൽ ജനിച്ച് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന അമ്മമാരുടെ മക്കളാണിവർ. നമ്മളീ പറയുന്ന നടിമാർ എന്ന് പറയുന്നവരൊക്കെ അവിടെ ചുവന്ന തെരുവിലെ ജീവിതം കഴിക്കുന്ന മക്കളാണ്, അവരുടെ മക്കളാണ്. അപ്പം അവിടെ ജനിക്കുന്ന അതിസുന്ദരികളായ 2-3 പെൺകുട്ടികൾ ആധ്യാത്മികതയുടെ ഔന്നത്യങ്ങളിലേക്ക് തങ്ങളുടെ കലയെ അല്ലെങ്കിൽ അഭിനയ സിദ്ധിയെ എങ്ങനെ അവർ ഉയർത്തി. അവർ യഥാർത്ഥത്തിൽ അത് വലിയ പഠനങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ സാധനകൾ ചെയ്തിട്ടൊന്നുമല്ല. അവർക്ക് ഭഗവാനെ കാണാനോ ഭഗവാനെ അറിയാനോ ഉള്ളൊരു ചെറിയ സാഹചര്യം കിട്ടിയപ്പോൾ ഭഗവാൻ അവരെ ആ നിലയിലേക്ക് വളർത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ കഴിയും എന്ന് ഈ നടിമാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരുന്ന ഒരു ജീവിതമായിരുന്നു ഇവരുടേത്. ആ ജീവിതത്തിൻ്റെ
മനോഹാരിതയാണ് നമ്മൾ കാണേണ്ടത്. ബ്രഹ്മാൻ സ്വാമിയുടെ ഭക്തയായി അഭയം പ്രാപിച്ച സംഭവം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. താരസുന്ദരീ ദേവി ബ്രഹ്മാൻ സ്വാമിയെ ബലൂർ മഠത്തിൽ പോയി സന്ദർശിക്കുകയും ആ സന്ദർശനം അവരിലുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു പിതൃനിർവിശേഷമായ പരിലാളന താരസുന്ദരീ ദേവിക്ക് ബ്രഹ്മാൻ സ്വാമിയിൽ നിന്ന് ലഭ്യമാകുകയാണ് ചെയ്തത്. ഒരച്ഛൻ്റെ അടുത്ത് മകൾ ചെന്ന പോലെ ഒരു മകൾക്ക് അച്ഛനിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ലാളനയുമാണ് ബ്രഹ്മാൻ സ്വാമിയിൽ നിന്ന് താരസുന്ദരീ ദേവിക്ക് കിട്ടിയത്. ആ അനുഭവം ആരാലാണോ ജനിപ്പിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, അച്ഛൻ ആരാണെന്നറിയാതെ അങ്ങനെ വളർന്നു വന്ന ഒരു പെൺകുട്ടി അവൾക്കൊടുവിൽ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി ഏറ്റവും സമുന്നതനായ ദൈവതുല്യനായ ഈശ്വരതുല്യനായ ഒരു അച്ഛനെ ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ആ ജീവിതം എത്രമാത്രം ഈശ്വരാർപ്പിതമായി എന്നുള്ളതിൻ്റെ തെളിവ്. ആ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ച വഴിയാണ് നമ്മൾ പാഠമാക്കേണ്ടത്. 1904 തൻ്റെ തിയേറ്റർ ജീവിതത്തിനിടെ അപരേഷ് ചന്ദ്ര മുഖർജി എന്ന യുവനടനെ താരസുന്ദരി ദാസി പരിചയപ്പെടുന്നത്. അപരേഷ് ചന്ദ്ര മുഖർജി. ഇരുവരും ഒരുമിച്ച് ജീവിതം പങ്കിടാൻ തീരുമാനിക്കുന്നു. 1904 മുതൽ നിരവധി തിയേറ്ററുകളിൽ മാറി മാറി ഇവർ ഒന്നിച്ച് അഭിനയിച്ചു. ഈ നാടക അഭിനയത്തിൻ്റെ രീതി അന്നും ഇന്നും എപ്പോഴും ഒക്കെ നമുക്കത് മനസ്സിലാവും. ഈ അഭിനേതാക്കളുടെ ആ ജീവിതശൈലി. അവർ പല പല നാടക സംഘങ്ങളിലാണ്. ഓരോ സീസണിലും ചിലപ്പോൾ മാറി മാറി ഓരോ നാടക സംഘങ്ങളിൽ ചേരും. ചിലർ സ്ഥിരമായി ചില നാടക സംഘങ്ങളിൽ തന്നെ തുടരും. മറ്റു ചിലർ പല പല സീസണിൽ പല പല നാടക കമ്പനികൾ കൂടുതൽ ഓഫറുകൾ നൽകുന്നതനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഇവിടെ അപരേഷ് ചന്ദ്ര മുഖർജിയും താരസുന്ദരിയും വിവിധ നാടക കമ്പനികളുമായിട്ട് സഹകരിച്ചാണ് 1904 മുതൽ അവരങ്ങനെ ഒന്നിച്ചഭിനയിച്ചത്. 20 വർഷം നീണ്ടു നിന്നു ആ ജീവിതം. അവരുടെ സൗഹൃദ ആ നാടക ജീവിതം. അവർ ജീവിത പങ്കാളികളായതിനു ശേഷം ഏതാണ്ട് 20 വർഷം തുടർച്ചയായി അവർ ഈ നാടകവേദിയിൽ തുടർന്നു. അവർക്കൊരു മകനുണ്ടായി, പിന്നെ ഒരു മകളുണ്ടായി. മകൻ്റെ പേര് നിർമ്മൽ, മകളുടെ പേര് പ്രതിഭ. ധാരാളം പ്രശസ്തി, ധാരാളം ധനം, ഇത്രയുമായാൽ ജീവിതം സന്തോഷപൂർണമാവും എന്നാണല്ലോ കരുതേണ്ടത്. അല്ല, അതാണല്ലോ ഒരു ഒരു തത്വം അങ്ങനെയാണല്ലോ. ധാരാളം ധനവും ധാരാളം പ്രശസ്തിയുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം പൂർണ്ണമായി. അയാൾ ഭാഗ്യവാനാണ്, അയാൾക്ക് സന്തോഷമാണ്. പിന്നീട് അയാൾക്ക് ഒരു കാര്യത്തിലും ദുഃഖിക്കണ്ട എന്നാണ് ഒരു ലോക വിചാരം. നമ്മുടെ തന്നെ പ്രമുഖരായ നടന്മാരെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ അറിയാമല്ലോ. അവരൊക്കെ വലിയ സമ്പന്നരായി മാറുന്നു. അവരെവിടെ ചെന്നാലും ആരാധകർ അവരെ വളയുന്നു. അങ്ങനെ ജീവിതം മുഴുവൻ സന്തോഷപൂർണ്ണമാണ് എന്ന് നമ്മൾ പുറമേ നിന്ന് ആ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അതേ സാഹചര്യം തന്നെയാണ് ആ കാലഘട്ടത്തിൽ ബംഗാളിൽ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കാവുന്ന തരത്തിലുള്ള പെർഫോമൻസ് നാടകവേദിയിലൂടെ നേടിയെടുത്ത ഈ നടിമാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ് കരുതുക. നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് എത്രമാത്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. എന്താണെന്ന് വെച്ചാൽ നാടകത്തിലെ ഒരു അഭിനേത്രി, ഒരു നാടക നടി വലിയ സൂപ്പർ താരം എന്നുള്ളൊരു പദവിയിലേക്ക് നാട്ടിൽ മുഴുവനും സ്വീകാര്യതയാകുന്ന അല്ലെങ്കിൽ വലിയ ആരാധക വൃന്ദമുള്ള ഒരു നടിയായി മാറുന്നു അല്ലെങ്കിൽ നടനായി മാറുന്നു എന്നുള്ളത് നാടക മേഖലയിൽ നമുക്കത്ര അനുഭവമില്ല. കാര്യം നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ അപൂർവം ചിലർ
പേരെടുത്തിട്ടുണ്ടെങ്കിലും അവരാരെയും സമൂഹം വലിയ ആരാധനയോടുകൂടി പൊതിയുന്നൊന്നുമില്ല. പേനൻ പിള്ള നാടകം, അല്ലെങ്കിൽ തോപ്പിൽ ഭാസി തുടങ്ങിയ നാടക സംവിധായകരുണ്ട്. എൻ പിള്ളയാണെങ്കിൽ അഭിനയിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നീട് സുലോചന, KS ജോർജ് പാടുകയും അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്നൊരു വലിയ ശ്രേണി. അതേപോലെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴും നടന്മാർ ധാരാളം വേദികളിൽ, നാടകവേദികളിൽ പക്ഷേ നമ്മൾ അവരുടെയൊന്നും പേര് ഓർത്തിരിക്കണമെന്നില്ല, വളരെ കുറവാണ്. നാടക വേദിയിലെ നടന്മാരെ കുറിച്ച് നമുക്ക് വളരെ ചെറിയ ധാരണകളേ ഉള്ളൂ. പൊതുവെ അവരെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല. നാടക നടന്മാരുടെയും നടിമാരുടെയും ഒരു പ്രശ്നം അതാണ്. സിനിമാ താരങ്ങളെ പോലല്ല, കണ്ടാൽ തിരിച്ചറിയില്ല. പുറമേ വന്ന് കണ്ടാൽ, വേദിയിൽ നിന്ന് ഇറങ്ങി നിന്നാൽ പിന്നെ അവരെ നമ്മൾ തിരിച്ചറിയില്ല. ഒരാൾക്കൂട്ടത്തിൽ നിന്നാൽ അവരെ തിരിച്ചറിയില്ല. കാരണം വേദിയിൽ അവർ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ലൈറ്റിൻ്റെ കീഴിൽ വളരെ ദൂരെയാണ് നമ്മൾ അവരെ കാണുന്നത്. നമ്മുടെ ഒരു കാഴ്ച വളരെ ദൂരെയാണ്. അപ്പോൾ നാടകവേദിയിലെ ഒരു നടിയുടെ മുഖമൊന്നും നമ്മളങ്ങനെ ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ നടൻ്റെയോ മുഖമൊന്നും നമ്മൾ ഓർത്തിരിക്കില്ല. സിനിമ അതല്ല, നമ്മുടെ ലൈഫ് സൈസിനേക്കാളും ഏകദേശം 10, 20, 50 ഇരട്ടി വലുപ്പത്തിലാണ് സ്ക്രീനിൽ നമ്മൾ അവരുടെ മുഖം കാണുന്നത്. അതുകൊണ്ട് ആ മുഖം നമുക്ക് വ്യക്തമായിട്ട്, അവരെക്കാൾ ഭംഗിയായിട്ട് അവരുടെ മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് ഈ ആരാധകർക്കറിയാം. പക്ഷെ ഇവിടെ ബംഗാൾ ഒരു കൾച്ചർ അനുസരിച്ച് അവിടെ അതിനുശേഷവും പിന്നീടുമൊക്കെ ഈ ആധുനിക കാലത്തുമൊക്കെ നാടകം എന്ന് പറയുന്നതിനൊരു വലിയ വിലയുള്ള ഒരു നാടാണ് ബംഗാൾ. അപ്പോൾ അതനുസരിച്ച് അവിടെ നാടക മേഖല വളരെ പുഷ്ടിപ്പെട്ടിട്ടുള്ളൊരു സ്ഥലം, ഒരു സ്ഥലം കൂടിയാണ് ഈ ബംഗാൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കകാലം എന്ന് പറയാവുന്ന ഈ ഘട്ടം, ഇവരുടെയൊക്കെ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെയൊക്കെ നാടക കാലം അതാണിപ്പോൾ അവിടെ. അപ്പോൾ അന്ന് ആ സിനിമയൊന്നും അത്രയും അങ്ങനെ ഇല്ലല്ലോ. സിനിമ എന്ന് പറയുന്നൊരു ഘടകം അത്രമാത്രം വരാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ തിയേറ്ററുകൾ എന്ന് പറയുന്നത് നാടക തിയേറ്ററുകളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രശസ്തിയും ധാരാളം ധനവുമൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതം ധന്യമായി എന്ന് ആണ് മറ്റുള്ളവർ വിചാരിക്കുന്നതെങ്കിലും താരയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം ഒരു ശൂന്യതയായിട്ടാണ് അനുഭവപ്പെട്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ തിയേറ്റർ എന്നത് വെറും ഒരു നാടക കമ്പനി മാത്രമല്ല. കഴിഞ്ഞ തവണ നമ്മൾ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചതാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക സംഘത്തിന് മറ്റുള്ള നാടക സംഘങ്ങളെക്കാളുമുള്ളൊരു പ്രത്യേകത, അത് വെറും ഒരു നാടക കമ്പനിയല്ല, വെറും ഒരു തിയേറ്റർ മാത്രമല്ല. അതൊരു ആധ്യാത്മികതയുടെ ഒരു പരിശീലനം കൂടെ ലഭ്യമാകുന്ന തരത്തിൽ, ആധ്യാത്മിക ഉന്നതിക്ക് വഴി വെക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക സമിതികളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണവും നമുക്കറിയാം. കാരണം ശ്രീരാമകൃഷ്ണദേവനാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ് ആ ജീവിതം സമർപ്പിച്ചത്. നമ്മൾ മുമ്പ് അത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെയും ഭഗവാന്റെയും തമ്മിലുള്ള ബന്ധം. ഗിരീഷ് ചന്ദ്ര ഘോഷ് സാമാന്യം നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണ്. കലാകാരന്മാരുടെ ഒരു പ്രത്യേകത അന്നത്തെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയ്ക്ക് മോചനമുണ്ടാകാൻ, ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഈ മദ്യപാനശീലം നിർത്താൻ പറ്റില്ല, അതിനങ്ങ് തന്നെ വിചാരിച്ചാലേ പറ്റൂ, അങ്ങ് തന്നെ അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ഭഗവാൻ പറയുന്നത്, നിൻ്റെ മുക്തിയാർ എനിക്ക് എഴുതി തരൂ. അതായത് നിൻ്റെ ജീവിതത്തിൻ്റെ മുക്തിയാർ നീ എനിക്ക് എഴുതി തരൂ. അങ്ങനെ എഴുതി കൊടുത്തിരിക്കുക. നമ്മൾ ഈ സ്ഥലമൊക്കെ എഴുതി കൊടുക്കുന്ന പോലെ മുക്തിയാർ എഴുതി കൊടുത്തു, ആ ജീവിതം എഴുതി കൊടുത്തു. പിന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ജീവിതം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റേതല്ല, അത് ഭഗവാന്റേതാണ്. അതാണ് അതിനകത്ത് പ്രത്യേകത. പിന്നീട് ഗിരീഷ് ചന്ദ്ര ഘോഷിന് സംഭവിക്കുന്നത്, ഇങ്ങനെ മദ്യപിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ആ എന്തിൽ നോക്കിയാലും ഭഗവാനെയാണ് കാണുന്നത്.
കാരണം അപ്പോഴാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിന് മനസ്സിലായത്, ഈ മുക്തിയാർ എഴുതി കൊടുത്തപ്പോൾ തൻ്റെ ജീവിതം ഭഗവാന് സമർപ്പിച്ചപ്പോൾ പിന്നെ ഉള്ളിൽ മുഴുവൻ ഭഗവാനായി. അപ്പോൾ ഏത് പ്രവൃത്തി ചെയ്താലും ഭഗവാനെയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ തരത്തിൽ വലിയൊരു ഭക്തനായി മാറിയ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക സമിതികളിൽ തീർച്ചയായും ഭഗവാനോടുള്ള ആ ഭക്തിയുടെ പാരമ്യമായ അവസ്ഥയിലുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷി നാടക നടിമാർക്കും നടന്മാർക്കും ഒക്കെ കൊടുക്കുന്നത്. അല്ലാതെ അവിടെ നാടകം പഠിപ്പിക്കൽ മാത്രമല്ല. അല്ലെങ്കിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത് വെറുതെ നാടകം ഉരുവിട്ട് കാണാതെ പഠിച്ച് സ്റ്റേജിൽ വന്നതുകൊണ്ട് ഒരു കാര്യമില്ല, ഈശ്വരകൃപയാണ് ഏറ്റവും വലുത്. അപ്പോൾ ആ നാടകത്തിൽ ഈശ്വര സാക്ഷാത് ഈശ്വര സൃഷ്ടി പോലെയാണ് ഭഗവാന്റെ. ഇപ്പോൾ അതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം സോഷ്യൽ നാടകങ്ങളല്ല, കൂടുതലും പുരാണ നാടകങ്ങളാണ്. ചൈതന്യ മഹാപ്രഭു മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപത്തിൽ വരിക, അപ്പോൾ അത് ഈശ്വര സാക്ഷാത്കാരമാണ്. അതൊരു തരത്തിൽ ആ വേഷമണിഞ്ഞെത്തുന്ന ആ സന്ദർഭം മുഴുവനും ഈശ്വരനായിട്ടാണ് നിലകൊള്ളുന്നത്. ആ വേദിയിൽ ഈശ്വരനായി സ്വയം മാറുകയാണ്. മാത്രമല്ല കാഴ്ചക്കാരുടെ മുമ്പിൽ അത് ആ നടനോ നടിയോ അല്ല, അത് ഈശ്വരനാണ്. ഈശ്വരൻ്റെ രൂപമാണ് അയാൾ എടുത്തിരിക്കുന്നത്. അപ്പം തന്നെ ഒരു ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഈശ്വരരൂപം പൂണ്ട് ഈശ്വരരൂപം സ്വീകരിച്ചു കൊണ്ടുള്ളൊരു തൊഴിൽ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക ശാലകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണ ഭക്തിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകശാലകളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ റിഹേഴ്സൽ ക്യാമ്പുകളും ഒരു സത്സംഗമാണ്. ആ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകളെല്ലാം തന്നെ സത്സംഗമാണ്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ കഥകളും അതായത് ഉപദേശങ്ങളാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് കൂടുതലായി അംഗങ്ങളോട് പറയുക. ഒരിക്കലൊരു സത്സംഗത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ 3 നടിമാരിൽ തിങ്കരി, ഇപ്പം നമ്മൾ പറയുന്നത് താരസുന്ദരിയെക്കുറിച്ചാണ്. താരസുന്ദരിയുടെ കൂടെയുള്ള മറ്റൊരു നടിയാണ് തിങ്കരി. തിങ്കരിയുടെ കഥയും നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. ഈ തിങ്കരി എന്ന നടി ഒരു ചോദ്യം ചോദിച്ചത്, ആ തിങ്കരിയാണ് ചോദിച്ചത്. പക്ഷെ താരയും ആ റിഹേഴ്സൽ ക്യാമ്പിലുണ്ട്. അപ്പോൾ ആ റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുക തിങ്കരിയാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ തിങ്കരി ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ചോദിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ അനുഗ്രഹം കിട്ടാൻ ഞങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല എന്നല്ലേ. ഇപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൃപയുടെ വാതിൽ എല്ലാവർക്കും ഒരുപോലെയാണ് തുറന്നിരിക്കുന്നത്. അവിടെ പാപം പുണ്യം എന്നുള്ള യാതൊരു വേർതിരിവുമില്ല. അല്ലെങ്കിൽ ധനവാൻ ദരിദ്രൻ, സമ്പന്നൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജാതി മതം അങ്ങനെയുള്ള ഒന്നും അവിടെ പരിഗണനയിലില്ല. എല്ലാവർക്കും ആ വാതായനങ്ങൾ ഒരുപോലെയാണ് തുറന്നു കിടക്കുന്നത്. ഇത് കേട്ടപ്പോൾ അപ്പോഴാണ് താര ഒരു ചോദ്യം ചോദിച്ചത്, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമോ എന്ന് താര ചോദിച്ചു. അപ്പോൾ ഗിരീഷ് പറഞ്ഞു, നോക്കൂ, ശ്രീരാമകൃഷ്ണദേവൻ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. ഭഗവാൻ നോക്കുന്നത് എന്താണ്? നിങ്ങളിൽ ഈശ്വര പ്രേമം ഉണ്ടോ എന്ന് മാത്രമാണ് ഭഗവാൻ നോക്കുന്നത്. നിങ്ങൾ ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ പരിഗണനയിലെടുക്കുന്നത് അയാൾക്ക് ഈശ്വരനോട് പ്രേമമുണ്ടോ എന്നുള്ള ഒരൊറ്റ ഘടകം മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഉരുവിടുന്ന മന്ത്രമോ, നിങ്ങൾ ഉരുവിടുന്ന നാമമോ, നിങ്ങൾ അനുഷ്ഠിക്കുന്ന മറ്റ് കർമ്മങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഈശ്വരൻ്റെ പരിഗണനയ്ക്ക് ഉതകുന്നതല്ല. അത് നിങ്ങളുടെ സാധനാ ജീവിതത്തെ സഹായിക്കാൻ നിങ്ങളെ സഹായിക്കുമെങ്കിൽ അതൊക്കെ ആവാം. ഭജന പാടുന്നതും ആഘോഷങ്ങൾ നടത്തുന്നതും അലങ്കാരങ്ങളൊക്കെ വച്ച് ഒരുപാട് പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ഈശ്വര സന്നിധിയിൽ ഉത്സവങ്ങൾ കൊണ്ടു നടക്കുന്നതും ഒക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതല്ല ഈശ്വരന് വേണ്ടിയിട്ടല്ല. ഈശ്വരന് ഇതൊന്നും ആവശ്യമില്ല.
ഈശ്വരന് ആവശ്യം ഒറ്റ കാര്യമുള്ളൂ. ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈശ്വരനോടുള്ള പ്രേമമുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അതില്ലാതെ ഈ ആഘോഷങ്ങൾ കൊണ്ടോ ലക്ഷം തവണ മന്ത്രങ്ങൾ ഉരുക്കഴിച്ചത് കൊണ്ടോ ഒരു ജോലി പോലെ മന്ത്രം 1000 മന്ത്രം അല്ലെങ്കിൽ 1,00,000 മന്ത്രം ആവർത്തിച്ച് ചൊല്ലി എന്ത് കാര്യം? അവിടെ ഈശ്വര പ്രേമമാകുന്ന ഒരു ഘടകം കൂടെ ഇല്ലാതെ നാവ് കൊണ്ട് ഉരുവിട്ടത് കൊണ്ടോ നമ്മുടെ സമ്പത്തിൻ്റെ ബലം കൊണ്ട് കാണിക്കുന്ന ആഘോഷങ്ങളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ അതൊന്നും ഈശ്വരൻ്റെ പരിഗണനയിലേ വരുന്നില്ല. കാര്യം ഈശ്വരൻ അതൊന്നും, ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, എല്ലാം മണ്ണാണ്. നിങ്ങൾ ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്ത് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് സ്വർണ്ണാഭരണമാണ്, അതിന് വിലയുണ്ട്. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് അത് വെറും മണ്ണാണ്, ഒരു വിലയുമില്ല അതിന്. അപ്പോൾ ഈശ്വരന് തങ്ക കിരീടം അണിയിക്കുന്നതോ ഈശ്വരന് സ്വർണ്ണമാല അണിയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വിഗ്രഹത്തിൽ വഴിപാട് നേർച്ച നേർന്ന് ഒരുപാട്. ഇപ്പം കഴിഞ്ഞ ഈ ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയ സംഭവമാണ് തൃശ്ശൂരിൽ മാതാവിന് കിരീടം വെക്കുന്നു എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി മാതാവിന് കിരീടം വെച്ചതിൽ അതിൽ സ്വർണത്തിൻ്റെ അളവ് എത്രയുണ്ടെന്നൊക്കെയുള്ള തർക്കങ്ങളൊക്കെ അത് സംബന്ധിച്ച്, പിന്നീട് അത് 10 ലക്ഷത്തിൻ്റെ വാല്യൂ ഉള്ള സ്വർണം കിരീടം വെക്കും എന്ന് സുരേഷ് ഗോപി പിന്നീട് പറയുന്നതും അങ്ങനെ ചെയ്യുന്നതും അതൊക്കെ ആകാം. അതൊക്കെ ഭക്തൻ്റെ മനോഭാവത്തിലിരുന്നു കൊണ്ട് എന്തും ചെയ്യാം. പക്ഷെ അത് ഈശ്വര സാക്ഷാത്കാരത്തിന് അതൊരു മാർഗമല്ല. ഈശ്വര സാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈശ്വരനോട് എത്രമാത്രം പ്രേമമുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതുപോലെ നിങ്ങളിൽ ധനികരുണ്ടായിരിക്കാം, ദരിദ്രരുണ്ടാകാം, നടനുണ്ടാകാം, കച്ചവടക്കാരുണ്ടാകാം, ഉദ്യോഗസ്ഥരുണ്ടാകാം, ഭരണാധികാരികളുണ്ടാകാം, അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ അതൊന്നും ഈശ്വരൻ്റെ പരിഗണനയിൽ ഈ വ്യത്യാസങ്ങളൊന്നും ഈശ്വരൻ്റെ കണ്ണിലില്ല. എല്ലാവരും ഒരുപോലെ. അപ്പോഴാണ് താര പറഞ്ഞത്, ഞങ്ങളുടെ ഈ ജീവിത രീതി കൊണ്ട് ഞങ്ങൾക്കൊരു മോചനം ഉണ്ടാവുകയില്ല, ഞങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടുകയില്ല എന്നല്ലേ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലേ? ശരിയല്ലേ? ഞങ്ങളുടെ ഈ ജീവിത രീതി കൊണ്ട് ഞങ്ങൾക്ക് ഒരു മോചനവും ഉണ്ടാകാൻ ഇനി സാധ്യതയില്ല. കാര്യം ഞങ്ങളുടെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാകുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്കതിന് സാധിക്കുക? ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. എങ്ങനെയാണൊരു പ്രൊഫഷനെ ഈശ്വരോന്മുഖമാക്കി മാറ്റുന്നത് എന്നുള്ളതിലേക്കുള്ള നമ്മൾ ഈ തുടക്കത്തിൽ അതാണ് ഈ കഥയുടെ തുടക്കം. അതാണ് ഇതിൻ്റെ ഹെഡ്ലൈൻ. ഇത് തന്നെയാണ്. ആ ഹെഡ്ലൈനിലേക്കാണ് ഇപ്പോൾ വരുന്നത്. എങ്ങനെയാണ് ഒരു പ്രൊഫഷനെ ഈശ്വരോന്മുഖമാക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മുടെ പ്രൊഫഷനെ എങ്ങനെ നമുക്കത് ഒരുക്കിയെടുക്കാം. നമ്മൾ അധ്യാപകനാകാം, നമ്മൾ നടനാകാം, നമ്മൾ സ്വർണ്ണപ്പണിക്കാരനാകാം, അല്ലെങ്കിൽ കെട്ടിടം പണിയുന്ന ആളാകാം, അല്ലെങ്കിൽ മരപ്പണി ചെയ്യുന്ന ആളാകാം, ഡ്രൈവറാകാം, അല്ലെങ്കിൽ അങ്ങനെ ഏതോ പണിയായിക്കോട്ടെ, ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനാകാം, ബാങ്ക് ഉദ്യോഗസ്ഥനാകാം. എങ്ങനെയാണ് നമ്മളതിനെ ഈശ്വരോന്മുഖമാക്കുന്നത്? അല്ലേ? ഇപ്പോൾ പറയും സർക്കാർ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ എത്തുന്ന സാധാരണക്കാരായ ആവശ്യക്കാർക്ക് വരുന്നവരെല്ലാം ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുകയും അവർക്ക് ആ സഹായത്തിലൂടെ ലഭ്യമാകുന്ന ആ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ആ നേട്ടം അവരുടെ പ്രാർത്ഥനകളിൽ ആ ഉദ്യോഗസ്ഥൻ നിറഞ്ഞു നിൽക്കും. അതിനു പകരം വരുന്നവരെ മുഴുവനും ഇട്ട് കഷ്ടപ്പെടുത്തി ഒരു കാര്യവുമില്ല, ഒരു സാഡിസ്റ്റ് മനോഭാവത്തോടു കൂടി അവരെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്ന പോലെ അതായിരിക്കും കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അതൊരു സാഡിസമാണത് ഒരു തരം. അതൊരു പകരം നമ്മൾ ഈശ്വരോന്മുഖമാകുക, നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് നമ്മുടെ ജോലി എന്ന് കരുതുക. ഒരു ഡോക്ടറാകട്ടെ, അല്ലേ? ഒരു ഡോക്ടർ ഒരാശുപത്രിയിൽ വരുന്ന രോഗിയായിരിക്കുന്ന ആളുകൾ ഈശ്വരനെ കാണുക. ഈശ്വരന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് പരിഗണനകളൊന്നും ഇല്ലാതെ ആ രോഗത്തെ ചികിത്സിക്കാനുള്ള ആ രോഗിയെ ചികിത്സിക്കാനുള്ള ആ മനോഭാവം, അതും ദയാപൂർവം കരുണാപൂർവമാണ്. പലപ്പോഴും
വലിയ തുകകൾ ഈടാക്കി സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമല്ലാത്ത വിധം അവർക്ക് ആ ചികിത്സ ലഭിക്കാൻ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെയൊക്കെ കണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോഴേക്കും ലക്ഷങ്ങൾ മേടിക്കുന്ന ആശുപത്രികളുണ്ട്. അതൊന്നും താങ്ങാനുള്ള ശേഷിയില്ലാതെ വരുന്ന പാവപ്പെട്ടവർക്ക് ആ ചികിത്സ ലഭ്യമാകാതെ പോകുന്നുണ്ട്. ഇപ്പോൾ സർക്കാരിൽ നിന്നൊക്കെ പലതരം ആനുകൂല്യങ്ങൾ ഈ കാര്യങ്ങളിൽ നൽകുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ ലഭിക്കുന്നു ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ഭാഗങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴും നമുക്ക് സാമ്പത്തിക ക്ലേശമുണ്ടാകുന്നുണ്ട് പല മേഖലകളിൽ. അപ്പോൾ അത് കണ്ടില്ലേ, എത്രയോ വാർത്തകളിൽ കണ്ടിരിക്കുന്നു. കൈക്കൂലി മേടിച്ചിട്ട് ഈ പൊതുമേഖലയിൽ ബന്ധപ്പെടുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർ കൈക്കൂലി മേടിച്ചതിന് അറസ്റ്റിലായ വാർത്തകൾ. അതൊന്നും ഈശ്വരോന്മുഖമായ ഒരു പ്രവർത്തനമല്ലാതെ വരും. അപ്പോൾ എങ്ങനെയാണ് തൻ്റെ പ്രൊഫഷനെ ഈശ്വരോന്മുഖമാക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആർക്കു വേണ്ടിയാണോ ഈ തൊഴിൽ ചെയ്യുന്നത്, ഏത് സമൂഹത്തിന് വേണ്ടിയാണോ നമ്മളൊരു തൊഴിൽ ചെയ്യുന്നത്, ആ സമൂഹത്തെ സേവിക്കുക എന്നുള്ള മനോഭാവത്തോടു കൂടി അത് ഈശ്വരാർപ്പിതമായി ചെയ്യുമ്പോൾ അത് മതി. അല്ലാതെ അതിനെ പ്രത്യേകം ക്ഷേത്രത്തിൽ പോവുകയും മറ്റ് വഴിപാടുകൾ കഴിക്കുകയൊന്നും ആവശ്യമില്ല. നാമം പോലും ജപിക്കണ്ട. കാര്യം ചെയ്യുന്നതെല്ലാം ഈശ്വരോന്മുഖമാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്കിനി അതിന് സാധ്യമാകുകയില്ലല്ലോ, സാക്ഷാത്കാരം ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞ ആ താരയെ പിന്നീട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഗിരീഷ് അപ്പം പറഞ്ഞത് അങ്ങനെ പറയരുത്. നീ നിൻ്റെ അമ്മായി വിനോദിനിയുടെ ജീവിതം കണ്ടില്ലേ? അപ്പോൾ താരയോട് പറഞ്ഞു, നീ ഇങ്ങനെ പറയരുത്, ഈശ്വര സാക്ഷാത്കാരം കിട്ടില്ല എന്ന് നീ പറയരുത്. നീ നിൻ്റെ അമ്മായിയുടെ ജീവിതം കണ്ടില്ല. അമ്മായി എന്നിവിടെ ഉദ്ദേശിച്ചത് വിനോദിനി ദാസിയാണ്. ഇവരെക്കാളും പ്രായം കൂടിയവരാണല്ലോ അവർ. 16-17 വയസ്സ് കൂടുതലുണ്ട്. അപ്പം അവരാണല്ലോ ആദ്യം ഈ നാടക മേഖലയിൽ വന്ന പ്രശസ്തയായ നടിയും അവരാണ്. അവരുടെ പിന്നിലാണ് ബാക്കി ഇവരൊക്കെ എത്തിയത്. അപ്പോൾ അവർക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയെന്ന് നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അവർക്ക് എങ്ങനെയാണ് കിട്ടിയത്? അവരെ ഈശ്വരൻ ശ്രീരാമകൃഷ്ണദേവൻ നേരിട്ട് തിയേറ്ററിലെത്തി അവരെ അനുഗ്രഹിച്ചതാണ്. അതാണ് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു നേട്ടം. അതിൽ പിന്നെ അവരുടെ ആ അഭിനയ ജീവിതം എന്ന് പറയുന്നത് ഈശ്വരീയമായി മാറി. അവർക്ക് ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നു. അവർ ഈശ്വരൻ്റെ പേരിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു എന്ന നാടകത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ടാണ് അവർ അഭിനയിച്ചത്. മഹാവിഷ്ണുവിൻ്റെ അവതാരം. അപ്പോൾ അത്രയും കാലം അവർ ഭഗവാനായിട്ട് വിഷ്ണുവായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ അവരുടെ ജീവിതത്തിലുണ്ടായ ആ വലിയ സാക്ഷാത്കാരം നീ കണ്ടതല്ലേ. അപ്പം നിനക്കും അത് കിട്ടും. നീയും ആ തരത്തിൽ മാറണം. ചൈതന്യം അപ്പോൾ ഭഗവാൻ നേരിട്ടാണ് അവരെ അപ്പോൾ അനുഗ്രഹിച്ചിട്ട് ശ്രീരാമകൃഷ്ണദേവൻ വിനോദിനി ദാസിയെ നേരിട്ട് ചെന്ന് അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് പറഞ്ഞത് അമ്മ എന്ന് വെച്ചാൽ കാളിമാതാവ്. രാമകൃഷ്ണദേവൻ എപ്പോഴും അമ്മ എന്ന് പറയുന്നത് കാളിമാതാവിനെയാണ്. കാളിമാതാവ് നിൻ്റെ ജീവിതത്തെ ധന്യമാക്കും എന്നാണ് അനുഗ്രഹിച്ചത്. അങ്ങനെ അവർക്ക് മോചനം ലഭിച്ചില്ലേ? നീ അത് കണ്ടതല്ലേ? ഒടുവിൽ ഈശ്വരനെ കാണാനുള്ള അവരുടെ ആഗ്രഹം അവരെ അനുഗ്രഹീതയാക്കി. എത്ര ധന്യമായിരുന്നു അവരുടെ ജീവിതം എന്ന് നീ കണ്ടില്ലേ? എന്നിട്ടാണോ നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു. 1912 ഗിരീഷ് ചന്ദ്ര ഘോഷ് നിര്യാതനായത്. അപ്പോൾ അതുമുതൽ ആ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഉണ്ടായിരുന്ന ആ സന്ദർഭങ്ങൾ മുതൽ, ഈ ഉപദേശങ്ങൾ ലഭ്യമായത് മുതൽ ശ്രീരാമകൃഷ്ണനിൽ അർപ്പിതമായൊരു മനസ്സുമായിട്ടാണ് താരസുന്ദരി ദാസി തൻ്റെ ജീവിതം തുടർന്നങ്ങോട്ട് ഈ ഉപദേശം ഗിരീഷ് ചന്ദ്ര ഘോഷിൽ നിന്ന് ലഭ്യമായിട്ട് ശ്രീരാമകൃഷ്ണദേവനിൽ അർപ്പിതമായ ഒരു മനസ്സുമായിട്ട് അങ്ങനെയാണ് താരസുന്ദരി ദാസി തൻ്റെ ജീവിതം തുടർന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് 12 ഗിരീഷ് ചന്ദ്ര ഘോഷ് നിര്യാതനായി. പിന്നെ 1916 ബേലൂർ മഠത്തിൽ
വന്ന് ബ്രഹ്മാനന്ദ സ്വാമിയെ സന്ദർശിച്ചത്. അപ്പോൾ ബ്രഹ്മാനന്ദ സ്വാമിയെ വന്ന് സന്ദർശിച്ചതോടുകൂടി ഗിരീഷ് ചന്ദ്ര ഘോഷ് നയിച്ച ആ ആധ്യാത്മിക പാതയിൽ ബ്രഹ്മാനന്ദ സ്വാമിയെയും കൂടെ സന്ദർശിച്ചതോടുകൂടി അത് പരിപൂർണമാവുകയാണ്. അത് പരിപൂർണാവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ബ്രഹ്മാനന്ദ സ്വാമിയെപ്പോലെ ശ്രീരാമകൃഷ്ണദേവൻ്റെ മാനസപുത്രനാണ്. ആ ബ്രഹ്മാനന്ദ സ്വാമിയുടെ അടുത്തെത്തി ബ്രഹ്മാനന്ദ സ്വാമിയുടെ ഭക്തയായി മാറാനുള്ള ഒരു ഭാഗ്യം താരസുന്ദരി എന്ന നടിക്ക് ലഭ്യമാകുന്നതിനും ഒരു ഈശ്വര സാക്ഷാത്കാരമാണ്. അതാണ് താരസുന്ദരി ദാസിയെ തൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് തന്നെ പറയാം. സന്യാസം സ്വീകരിക്കുന്നത് മാത്രമല്ല, തൻ്റെ തൊഴിൽപരമായി ഒരു സന്യസ്തമായ അവസ്ഥയിലേക്ക് താരസുന്ദരി ദാസി മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആ കഥ നമുക്കിനി അടുത്ത ദിവസം തുടരാം. വളരെ ഭക്തിനിർഭരമായൊരു കഥാഭാഗമാണത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.